കാർബോഹൈഡ്രേറ്റ്സ് കുറഞ്ഞ ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മുടെ ശരീരത്തിന് പലതരത്തിലുള്ള ഗുണങ്ങളും അതേപോലെ തന്നെ അസുഖങ്ങളൊക്കെ തടയാനും നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമത്തതാണ് തൈര്. തൈരിൽ ഒത്തിരി അധികം പ്രോബയോട്ടിക് അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ കാൽഷ്യം, പ്രോപ്പറായിട്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഇതിൽ കാർബ് വളരെ കുറവാണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ മുട്ട. മുട്ട എന്ന് പറയുന്നത് ഒരു ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ ആണ്. കൂടുതലായിട്ടും വൈറ്റമിൻസും മിനറൽസും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ബോഡി ഹെൽത്തി ആയിട്ടിരിക്കണം, അതേപോലെ തന്നെ വെയിറ്റ് ലോസ് ചെയ്യുന്ന ആളുകൾക്കും ഏറ്റവും ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭക്ഷണമാണ്. നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ നട്ട്സ്. നട്ട്സ് ഒക്കെ കഴിക്കുവാണെങ്കിൽ ഒരു കൈ നിറയെ എന്നുള്ള രീതിക്ക് നട്ട്സ് കഴിക്കാം. നട്ട്സും സീഡ്സും ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. സോ ഇതിൽ പ്രോപ്പറായിട്ട് ഗുഡ് ഫാറ്റ് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഫൈബർ കൊളസ്ട്രോൾ ലെവല്, ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഹാർട്ട് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ആളുകൾക്കൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് നട്ട്സ് ആൻഡ് സീഡ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ടും കാർബ്സ് കുറവുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക.